ഹായ് ഹലോ നമസ്കാരം. നേരെ സിനിമ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. നമുക്കപ്പം സിനിമയെക്കുറിച്ച് പറയാം. ലാലേട്ടൻ ജിത്തു ജോസഫ് കൂട്ടുകെട്ട് ഒരുമിച്ചപ്പോഴൊക്കെ മലയാള സിനിമ പ്രേക്ഷകർക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. യെസ്, അത് തന്നെയാണ് നേരെന്ന സിനിമയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. ഒരു റിയൽ കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ സിനിമയായ നേര് ആദ്യ അവസാനം പ്രേക്ഷകനെ പിടിച്ചിരുത്തുക തന്നെ ചെയ്യുന്നുണ്ട്. കുറച്ചായി എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ലാലേട്ടന്റെ സൈഡിൽ നിന്നും തിയേറ്ററിൽ എത്തിയിട്ട്, എന്നാൽ ഇതിനൊരു ഉത്തരമാണ് നേരെന്ന സിനിമ. ഏറെ നാളുകൾക്ക് ശേഷമായിരിക്കും മോഹൻലാൽ എന്ന നടനെ പ്രേക്ഷകർക്കൊരു വക്കീൽ വേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ലാലേട്ടന്റെ മാസ് ഡയലോഗുകളൊന്നും പ്രതീക്ഷിക്കരുത്. അതുപോലെ ലാലേട്ടന്റെ കോടതി മുറിയിലെ തീപ്പൊരി വാദങ്ങളും പ്രതീക്ഷിച്ച് സിനിമ കാണാൻ പോകരുത്. ലാലേട്ടൻ ഏറെ നാളുകൾക്ക് ശേഷം ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്നത് പോലെ തന്നെ നേരെന്ന സിനിമയിലും അഡ്വക്കേറ്റ് വിജയ് മോഹൻ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ റോളിൽ ലാലേട്ടനും വളരെ നാളുകൾ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ ഇരുന്നതിന് ശേഷം സാറ എന്ന ബ്ലൈൻഡായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ക്രൈമിൽ സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നൊരു വക്കീൽ വേഷത്തിലാണ് എത്തുന്നത്. സാറയായി അനശ്വര രാജനാണ് അഭിനയിക്കുന്നത്. സിനിമയിൽ പ്രതിപാദിക്കുന്ന ക്രൈം എന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഒരു സസ്പെൻസ് ആയി തന്നെ നിൽക്കട്ടെ. അത് പറഞ്ഞ് ഒരു സ്പോയിലർ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അഡ്വക്കേറ്റ് വിജയമോഹനായി എത്തുന്ന ലാലേട്ടൻ വളരെ നാളുകൾക്ക് ശേഷം കോടതിയിലേക്ക് സഹപ്രവർത്തകരുടെ നിർബന്ധത്തിലെത്തി നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും വാദങ്ങൾക്കിടയിൽ നേരിടേണ്ടി വരുന്ന അപമാനവുമെല്ലാം വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ സംവിധായകൻ ജിത്തു ജോസഫിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ലാലേട്ടൻ എത്തുമ്പോൾ ഡിഫൻസ് ലോയർമാരായി പ്രിയാമണിയും സിദ്ദിഖുമാണ് എത്തുന്നത്. ഈ ഒരു കൂട്ടുകെട്ട് എത്തുമ്പോൾ തന്നെ കോടതി മുറിയിലെ രംഗങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സിനിമയുടെ ആദ്യ അവസാനം സംവിധായകനായ ജിത്തു ജോസഫ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന് ശക്തി പകരുന്നത് സിനിമയുടെ നട്ടെല്ലായ തിരക്കഥ തന്നെയാണ്. ജിത്തു ജോസഫിനൊപ്പം റിയൽ ലൈഫിലും ഒരു വക്കീലായ ശാന്തി മായാദേവിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പ്രേക്ഷകനെ സിനിമ തുടങ്ങി 2.5 മണിക്കൂറും എൻഗേജ് ചെയ്തിരുത്തുന്ന രീതിയിൽ പഴുതുകളടച്ച് ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ മനോഹരമായി തന്നെ തിരക്കഥ ഒരുക്കാൻ ജിത്തു ജോസഫിനും ശാന്തി മായാദേവിക്കും സാധിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമയ്ക്കൊതുങ്ങുന്ന പശ്ചാത്തല സംഗീതം ഒരുക്കി വിഷ്ണു ശ്യാമും മികവ് പുലർത്തി. ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ ഓരോ കഥാപാത്രവും കിട്ടിയ റോൾ വളരെ ഗംഭീരമായി തന്നെ എല്ലാവരും ചെയ്തു എന്ന് പറയാം. മോശമെന്ന് പറയാൻ ഒന്നും തന്നെയില്ല. ലാലേട്ടനെ കൂടാതെ പ്രിയാമണി, സിദ്ദിഖ്, ജഗദീഷ്, ഗണേഷ് കുമാർ, നന്ദു, അനശ്വര രാജൻ, കൃഷ്ണപ്രഭ, ദിനേശ് പ്രഭാകർ, അതിഥി രവി, അങ്ങനെ വമ്പൻ താരനിര തന്നെയുണ്ട് സിനിമയിൽ. എന്തായാലും അഡ്വക്കേറ്റ് വിജയമോഹന്റെ റോൾ ലാലേട്ടൻ ഭദ്രമായി തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയാം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കോടതി മുറിക്കുള്ളിലെത്തി പിന്നീട് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും ഒടുവിൽ ഏറ്റെടുത്ത കേസുമായി ബന്ധപ്പെട്ട ക്രൈമിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ഒരു നിയമയുദ്ധത്തിലൂടെ ഒരു ക്രൈമിന്റെ യാഥാർത്ഥ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നേരെന്ന സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ലാലേട്ടന്റെ മാസ് ഡയലോഗുകളൊക്കെ മാറ്റി നിർത്തി ഒരു ശാന്തനായ വക്കീൽ വേഷത്തിൽ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ സഞ്ചരിച്ച് ഒരു കേസ് തെളിയിക്കുന്ന ലാലേട്ടന്റെ നേരെന്ന സിനിമ ഈ ക്രിസ്മസിന് മലയാള സിനിമാ പ്രേക്ഷകർക്ക് മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെ നൽകുമെന്ന് ഉറപ്പ്. എന്തായാലും ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ ടെക്നിക്കൽ സൈഡുകളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനും ഇത്രയൊക്കെ ശ്രദ്ധിച്ചുള്ളൂ. കാശ് കൊടുത്ത് സിനിമയ്ക്ക് കയറിയാൽ ഒരിക്കലും നഷ്ടമാകില്ല. ദൃശ്യം 2-ന് ശേഷം ലാലേട്ടൻ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ മറ്റൊരു ഹിറ്റ് കൂടിയെന്ന് നിസ്സംശയം പറയാം. അതുപോലെ സിനിമ കണ്ടവർ അഭിപ്രായമൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.